ഓക്കെ, ഇന്നത്തെ ക്ലാസ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിംപിളി പറയാം ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറയാം. പക്ഷേ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു എനർജി റിലീസിങ് പ്രോസസ്സാണ്. റെസ്പിറേഷനെ കോമൺലി പറയുന്ന ഒരു കാറ്റബോളിക് പ്രോസസ്സ് എന്നാണ്. കാറ്റബോളിസം മീൻസ് ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് അല്ലേ. കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസ് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് കാറ്റബോളിസം എന്ന് പറയുക. ആസ് എ റിസൾട്ട് ഓഫ് കാറ്റബോളിസം എനർജി ഈസ് റിലീസ്ഡ്. ഏതൊരു കാറ്റബോളിക് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഡൈജഷൻ മറ്റൊരു എക്സാമ്പിൾ, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. റെസ്പിറേഷൻ ഒരു കാറ്റബോളിക് പ്രോസസ്സാണ്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലുള്ള എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് കൂടെയാണ് റെസ്പിറേഷൻ. അല്ലാതെ വെറുതെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് മാത്രമല്ല. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട്. നമ്മുടെ ലങ്സിനും നോസിനും ഇടയിൽ നടക്കുന്നത്, ബ്ലഡിനും ഇടയിൽ നടക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. അതല്ലാതെ എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം, റെസ്പിറേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി അല്ല. അപ്പോൾ റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് പ്രോസസ്, സോ എനർജി റിലീസ് ചെയ്യണം. അപ്പോൾ റെസ്പിറേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ബൈ ദി ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് ബൈ ലിവിങ് സെൽസ്. അപ്പോൾ ഓർഗാനിക് ഫുഡ്, ഇപ്പോൾ പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്ക് അവർ ഫോട്ടോസിന്തസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ്, ആനിമൽസിലാകുമ്പോൾ ഡൈജഷനിലൂടെ ഉണ്ടാകുന്ന ഫുഡ്, ആ ഫുഡിലുള്ള എനർജി റിലീസ് ചെയ്യണം. അതിനെന്ത് നടക്കണം? ഓക്സിഡേഷൻ നടക്കണം, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യണം. ആ പ്രോസസ്സിനാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ബൈ ദി ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ലിവിങ് സെൽസ്. സെൽസിലാണ് നടക്കുക. സെൽസിൽ നടക്കുമ്പോൾ നമുക്ക് അതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ തന്നെ നമുക്ക് റെസ്പിറേഷൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ മീൻസ് ലങ്സിനും ബ്ലഡിനും ഇടയിൽ നടക്കുന്ന എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അത് ജസ്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും റെസ്പിറേഷൻ നടക്കുന്നത് സെൽസിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് കാൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷൻ മനസ്സിലായി. റെസ്പിറേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ബൈ ദി ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ലിവിങ് സെൽസ്. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി റിലീസ് ചെയ്യുന്ന എനർജി എവിടെയാണ്? ഈസ് ട്രാപ്ഡ് ഇൻ ദി എ ടി പി മോളിക്യൂൾസിനാണ് നമ്മൾ എനർജി കറൻസി എന്ന് പറയുക. മൈറ്റോകോൺട്രിയ ഈസ് എ പവർ ഹൗസ് ആൻഡ് എ ടി പി ഈസ് ദി എനർജി കറൻസി. അപ്പോൾ റെസ്പിറേഷനിലൂടെ റിലീസ് ചെയ്യുന്ന എനർജിയെ ട്രാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് എ ടി പി മോളിക്യൂൾസാണ്. സോ എ ടി പി ഈസ് കാൾഡ് എനർജി കറൻസി. നെക്സ്റ്റ് വൺ, 2 terms അവിടെ പറയുന്നുണ്ട്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആൻഡ് റെസ്പിറേറ്ററി അപ്പാരറ്റസ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് മീൻസ് ഇവിടെ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. റെസ്പിറേഷൻ സമയത്ത് ഫുഡ് മെറ്റീരിയൽസ് ഓക്സിഡൈസ് ആകുന്നുണ്ട്. ഏത് ഫുഡ് മെറ്റീരിയലാണോ, ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിഡൈസ്ഡ് ആകുന്നത് അതിനാണ് എന്ത് പറയുക? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ ഈസ് കാൾഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. നോർമലി അത് ഗ്ലൂക്കോസ് ആയിരിക്കും. കാരണം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അനിമൽസിലും നടക്കുന്ന ഡൈജഷൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗ്ലൂക്കോസ് ആണ്. പിന്നെ നമ്മൾ ഫോട്ടോസിന്തസിൽ വേറെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് പഠിച്ചിരുന്നു. ഫോട്ടോ റെസ്പിറേഷൻ്റെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലേറ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ നോർമൽ റെസ്പിറേഷനിൽ എല്ലാം തന്നെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് ആയിരിക്കും പ്ലാന്റ്സിലും അനിമൽസിലും. അപ്പോൾ വാട്ട് ഈസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ആ വസ്തുവിനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. യൂഷ്വലി ഇറ്റ് ഈസ് ഗ്ലൂക്കോസ്. നെക്സ്റ്റ് വൺ, റെസ്പിറേറ്ററി അപ്പാരറ്റസ്. റെസ്പിറേറ്ററി അപ്പാരറ്റസ് ഈസ് ദി സെൽ ഓർഗനൽ ഇൻ വിച്ച് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. ഏത് സെൽ ഓർഗനലിലാണോ റെസ്പിറേഷൻ നടക്കുന്നത് അതിനാണ് എന്ത് പറയുക? റെസ്പിറേറ്ററി അപ്പാരറ്റസ് എന്ന് പറയാം. യൂഷ്വലി അത് ഏതായിരിക്കും? മൈറ്റോകോൺട്രിയ ആയിരിക്കും എല്ലാ യൂകാരിയോട്സിലും. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ ഈസ് ദ റെസ്പിറേറ്ററി അപ്പാരറ്റസ് ഇൻ യൂകാരിയോട്സ്. അതായിട്ട് അവിടെ ഒരു വൺവേർഡാണ്. പ്രോകാരിയോട്സിലാണെങ്കിൽ അവിടെ മൈറ്റോകോൺട്രിയയിലല്ല റെസ്പിറേഷൻ നടക്കുന്നത്, പകരം മീസോസോംസ് ആൻഡ് പ്ലാസ്മ മെംബ്രെയിനിലാണ്. അപ്പോൾ മീസോസോംസ് ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ആർ ദ റെസ്പിറേറ്ററി അപ്പാരറ്റസസ് ഇൻ പ്രോകാരിയോട്സ്, ബട്ട് ഇൻ യൂകാരിയോട്സ് ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആൻഡ് അപ്പാരറ്റസ്. വാട്ട് ഈസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ ഈസ് കാൾഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇറ്റ് ഈസ് ഗ്ലൂക്കോസ്. And the cell organelle in which respiration takes place is called a respiratory apparatus. In eukaryotes it is mitochondria and in prokaryotes it is mesosomes and plasma membrane. Okay. ഇനി നമ്മൾ റെസ്പിറേഷൻ്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. നമ്മൾ പറഞ്ഞു ലിവിങ് സെൽസിലാണ് റെസ്പിറേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. ഈ സെല്ലുലാർ റെസ്പിറേഷൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനെറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ്റെ പ്രസൻസിനനുസരിച്ചാണ് എയറോബിക് ആൻഡ് അനെറോബിക് ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എയറോബിക് റെസ്പിറേഷൻ? അത് നടക്കുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലായിരിക്കും. കൂടെ ഇതൂടെ ഓർക്കുക, എയറോബിക് റെസ്പിറേഷൻ ഈസ് ദി
complete oxidation of food materials. Aerobic respiration is the complete oxidation of food materials in the presence of oxygen and a release of carbon dioxide and water as the end products. What is aerobic respiration? Aerobic respiration is the എയറോബിക് എന്ന് പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസിലാകണം, പിന്നെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആകണം. അപ്പോൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആസ് എൻഡ് പ്രോഡക്ട്സ് ഇസ് കാൾഡ് എയറോബിക് റെസ്പിറേഷൻ. ഇനി അനറോബിക് എന്ന് പറയുമ്പോൾ എന്താണ്? അവായുശ്വസനം മീൻസ് ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് നടക്കുക. പക്ഷേ അവിടെ എന്ത് നടക്കുന്നു? ഫുഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഓക്സിഡൈസ്ഡ് ആകുന്നില്ല. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് food materials in the absence of oxygen and formation of ethanol and carbon dioxide as end products. അവിടെ ethanol and carbon dioxide ഫോം ചെയ്യുക. അത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അനറോബിക് റെസ്പിറേഷൻ. അവിടെ ഈഥൈൽ ആൽക്കഹോൾ ഓർ ethanol ആണ് ഫോം ചെയ്യുക, കൂടെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ ഇസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ and release of ethanol and carbon dioxide as end products. അപ്പോൾ cellular respiration can be divided into two based on the presence or absence of oxygen. Presence of oxygen ആണെങ്കിൽ it is called aerobic respiration. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആകുന്നു പ്രോഡക്റ്റുകൾ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അനറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ്റെ ആബ്സെൻസ് നടക്കുന്നു, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഫുഡ് മെറ്റീരിയൽസ് ആണ് നടക്കുക, എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ് എൻഡ് പ്രോഡക്ട്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്കുക, ഈ എയറോബിക്കിനെയും അനറോബിക്കിൻ്റെ സ്റ്റെപ്സ് ആണ്. അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള മെയിൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എയറോബിക് റെസ്പിറേഷൻ ഹാസ് 2 സ്റ്റെപ്സ്. നോക്കുക, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ ആർ ദ 2 സ്റ്റെപ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ്റെ 2 സ്റ്റെപ്സ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ. അനറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഈസ് ദ കോമൺ സ്റ്റെപ്പ് ഓഫ് ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. ദാറ്റ് മീൻസ് ഓക്സിജൻ ഈസ് നോട്ട് നെസസറി ഫോർ ഗ്ലൈക്കോളിസിന് എന്താവശ്യമില്ല, ഓക്സിജൻ വേണ്ട. ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും നടക്കുന്നുണ്ട്. അപ്പോൾ എയറോബിക് ഹാസ് 2 സ്റ്റെപ്സ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ, ആൻഡ് അനറോബിക് റെസ്പിറേഷൻ ഹാസ് 2 സ്റ്റെപ്സ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ഫെർമെൻറ്റേഷൻ. ആ ഈഥൈൽ ആൽക്കഹോളൊക്കെ ഫോം ചെയ്യുന്ന സ്റ്റെപ്പിനാണ് എന്താ പറയുക, ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് റെസ്പിറേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ, ബാക്കിയുള്ള സൈക്കിൾസാണ് ഇനി പഠിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്ലൈക്കോളിസിസ് ആണ്. Glycolysis is the first step of both aerobic and anaerobic respiration. Glycolysis is the first step of both aerobic and anaerobic respiration. ഓക്സിജൻ ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല ഗ്ലൈക്കോളിസിസ് നടക്കാനായിട്ട്. അപ്പോൾ എയറോബിക്കിൻ്റെയും അനറോബിക്കിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ സ്റ്റെപ്പ് ഓഫ് എയറോബിക് ആൻഡ് അനറോബിക്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. ഈ ഗ്ലൈക്കോളിസിസ് ഒരു 11 സ്റ്റെപ്സായിട്ടാണ് നടക്കുന്നത്. ഈ 11 സ്റ്റെപ്സിലും 10 എൻസൈംസിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടിയാണ് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇതിലുള്ള വേരിയസ് സ്റ്റെപ്സിനെ കുറിച്ച് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത സയൻറ്റിസ്റ്റ് 3 പേരാണ്, എംഡൺ, മെയർഹോഫ് ആൻഡ് പർനാസ്. എംഡൺ, മെയർഹോഫ് ആൻഡ് പർനാസ്. സോ ഈ സൈക്കിളിൻ്റെ മറ്റൊരു പേര് EMP പാത്വേ എന്നും പറയാം. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ആൾസോ കോൾഡ് EMP പാത്വേ because various steps were discovered by Emden, Meyerhof and Parnas. ഇങ്ങനെ 3 പേര്. ഈ സീരീസ് ഓഫ് റിയാക്ഷൻസിലൂടെയാണ് ഇത് കംപ്ലീറ്റ് ആകുക. ഇവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫോം പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസ് ഈസ് എ 6 കാർബൺ കോമ്പൗണ്ട്. ദിസ് ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ്, പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫോം പൈറുവിക് ആസിഡ്. ഓർക്കുക, ഫ്രം 1 molecule of glucose 2 pyruvic acid molecules are formed. From 1 molecule of glucose 2 pyruvic acid molecules are formed. 1 molecule of glucose undergoes partial oxidation to form pyruvic acid, 2 pyruvic acid molecules. അപ്പോൾ ഓരോ ഗ്ലൈക്കോളിസിസിനെ തുടർന്നും ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്നും 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി അതിലുള്ള ATPയുടെ അളവാണ്. നമ്മൾ പറഞ്ഞു എനർജി റിലീസ് ചെയ്യുന്നതെല്ലാം ATPയിലാണ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു. ആ ATPയുടെ അളവോടെ പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന റിയാക്ഷനിലൂടെ 4 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദിസ് 4 ATP മോളിക്യൂൾസ് 2 ATP ആർ യൂട്ടിലൈസ്ഡ് ഫോർ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ 2 ATP മോളിക്യൂൾസ് ഈ റിയാക്ഷനിൽ തന്നെ കൺസ്യൂം ചെയ്ത് തീർക്കുകയാണ്. 4 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ 4ൽ 2 ATP മോളിക്യൂൾസ് ഇവിടെ തന്നെ കൺസ്യൂം ചെയ്ത് തീർക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു മോളിക്യൂൾ ആണ് NADH. NADH എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പഠിച്ചു, NAD നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റൈഡ് ആണ് NAD എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിൽ പഠിച്ചു
നിക്കോട്ടിനമൈഡ്, അഡിനിൻ, ഡൈന്യൂക്ലിയോടൈഡാണ് NAD എന്ന് പറയുന്നത്. അതോടൊപ്പം റിഡക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, അപ്പോൾ NADH ആയിട്ട് മാറുന്നു. അങ്ങനെ NADHൻ്റെ 2 മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എനർജിയുടെ അളവ് എന്ന് പറയുന്നത് 4 ATP ആൻഡ് 2 NADH ആണ്. 4 ATP ഉണ്ടാകുന്നതിൽ 2 ATP ഇവിടെ തന്നെ കൺസ്യൂം ചെയ്യുന്നു, ബാക്കി 2 ATP ഉണ്ട്. പിന്നെ 2 NADH മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഒരു NADH 1 NADH ഈസ് ഈക്വൽ ടു 3 ATP. 1 NADH ഈസ് ഈക്വൽ ടു 3 ATP. അപ്പോൾ അങ്ങനെ 2 NADH മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു 2, അപ്പോൾ എത്ര 6 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 മോളിക്യൂൾ. ആ 6 മോളിക്യൂൾസിനോടൊപ്പം നേരത്തെ റിമെയിൻ ചെയ്യുന്ന ബാക്കി 2 ATP കൂടെ ചേർന്നപ്പോൾ ടോട്ടൽ 8 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ് 8 ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെറ്റ് ഗെയിൻ ഓഫ് ATP ഈസ് 8 മോളിക്യൂൾസ്. അപ്പോൾ അത് ഓർക്കുക, 4 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 2 മോളിക്യൂൾസ് ആർ കൺസ്യൂംഡ്, റിമൈനിങ് 2 മോളിക്യൂൾസ്. 2 NADH molecules are formed. 1 NADH is equal to 3 ATP. Then into 2, 6 ATP. Total 8 ATP molecules are produced as a result of glycolysis. Now, glycolysis is the first step of both aerobic and anaerobic respiration. It takes place in the cytoplasm. Its steps were discovered by Emden, Meyerhof and Parnas. So it is called also called the EMP pathway. In glycolysis, glucose is oxidized to produce pyruvic acid. From one molecule of glucose, 2 pyruvic acid molecules are produced. Then ATP യുടെ അളവാണ് പറഞ്ഞത്. ഓക്കെ, ഗ്ലൈക്കോളിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്, 11 സ്റ്റെപ്സ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇതെല്ലാം എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്, എൻസൈംസ് ആണ് ഇതിലെല്ലാം വരുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് അറിയാം, 6 കാർബൺ കോമ്പൗണ്ട്. പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റും അനിമൽസിൽ ഡൈജഷൻ്റെ പ്രോഡക്റ്റും ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആദ്യം ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, മീൻസ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ADP ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് കൺസംഷനും ഉണ്ട്, റിലീസും ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കുക, ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. മീൻസ് ATP ഈസ് റെഡ്യൂസ് ടു ADP. ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്യുന്നു, ബാക്കി വരുന്നത് ADP ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഈ ഗ്ലൂക്കോസ് ഉടൻ തന്നെ അതിൻ്റെ ഐസോമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു എൻസൈം ഉണ്ട്, ഐസോമറൈസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഓർ ഐസോമറൈസ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. വീണ്ടും സെക്കൻഡ് ഫോസ്ഫോറിലേഷൻ നടക്കുകയാണ്. അപ്പോൾ 2 തവണ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, വീണ്ടും ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇതുവരെയുള്ള എല്ലാം 6 കാർബൺ കോമ്പൗണ്ട്സ് ആണ്, ഗ്ലൂക്കോസ് വരെ. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്നുകൂടെ നോക്കുക, ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റ് ടു ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു ദി ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് ഈസ് ഐസോമറൈസ് ടു ഫോം ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലേക്ക് വീണ്ടും ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു, മീൻസ് ഫോസ്ഫോറിലേറ്റ് ആയിട്ട് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഈ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആൾഡോളൈസ് എന്നൊരു എൻസൈമിന്റെ പ്രസൻസിൽ 2 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആൻഡ് 3 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ്. അപ്പോൾ ഇതുവരെയുള്ളത് ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ഡൈഫോസ്ഫേറ്റ് വരെ 6 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ മുതൽ, കാരണം പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ട് ആണ് നമ്മുടെ പ്രോഡക്റ്റ്, അപ്പോൾ ഇവിടെ മുതലാണ് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുക. ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും 3 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡും. ഈ 3 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു. PI മീൻസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. IP എന്നല്ല പറയുക, ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. സൈറ്റോപ്ലാസത്തിലുള്ള ഫോസ്ഫേറ്റ് ആണ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് പറയാം. അപ്പോൾ 3 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 1,3 ഡൈഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ആയിട്ട് മാറി. 3 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ 1,3 ഡൈഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ആയിട്ട് മാറി. ഈ 1,3 ഡൈഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിൽ നോക്കുക, ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കുകയാണ്. NAD+ എന്തായിട്ട് NADH ആയിട്ട് മാറും. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിസിൽ എനർജി പ്രൊഡക്ഷനിൽ ഒരു NADHൻ്റെ കാര്യം പറഞ്ഞു. ആ NADH ആണ് ഇവിടെ വരുന്നത്. 2 NADH മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1 NADH ഈസ് ഈക്വൽ ടു 3 ATP. ഓർത്ത് വയ്ക്കുക, 1 NADH ഈസ് ഈക്വൽ ടു 3 ATP. ആ NADH ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ NAD+ NADH ആയിട്ട് മാറി. അങ്ങനെ 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ 2 തവണ ഫോസ്ഫോറിലേഷൻ ആണ് നടന്നത്, മീൻസ് ഫോസ്ഫേറ്റ് ഈ പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നോക്കുക, ATPയുടെ റിലീസാണ് നടക്കുന്നത്. കാരണം ഇതിൻ്റെ എനർജി ട്രാപ്പ് ചെയ്യുന്നത് ATP മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ കൺവെർഷൻ ATP ആയിട്ട് കൺവെർട്ട് ചെയ്താണ്. ഇനി ATPയുടെ റിലീസാണ് നടക്കുന്നത്. അപ്പോൾ 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ നിന്ന് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്തു. അപ്പോൾ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി.
2-phosphoglyceric acid കൊണ്ട് തന്നെ 2-phosphoglyceric acid ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. 2-phosphoglyceric acid എന്താണ് enolase എന്നൊരു എൻസൈം ഉണ്ട്. enolase, in the presence of enolase enzyme it is converted to 2-phosphoenol pyruvic acid. 2-phosphoenol pyruvic acidലേക്ക് വീണ്ടും ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ADP ATP ആയിട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, പൈറുവിക് ആസിഡ് ഫോം ചെയ്യണം. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ട് പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സീരീസ് ഓഫ് റിയാക്ഷൻസിലൂടെ. ഈ പ്രോസസ്സിനാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുക. ഓർത്ത് വയ്ക്കുക, ഫ്രം വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രം വൺ ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 pyruvic acid molecules are formed. ഫ്രം ഈച്ച് ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും 2 pyruvic acid molecules ഫോം ചെയ്യും. നമുക്കറിയാം ഗ്ലൈക്കോളിസിന് ശേഷം നടക്കേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രബ് സൈക്കിളാണ്. അപ്പോൾ ഓരോ ഗ്ലൈക്കോളിസിനെ തുടർന്നും ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 pyruvic acid molecules ഫോം ചെയ്യുന്നുവെങ്കിൽ ഓരോ ഗ്ലൈക്കോളിസിന് ശേഷവും 2 ക്രബ് സൈക്കിൾസ് നടക്കും. ഓരോ ഗ്ലൂക്കോസിൽ നിന്നും 2 pyruvic acid ഫോം ചെയ്യുന്നുണ്ട് ഗ്ലൈക്കോളിസിലൂടെ. ആ 2 pyruvic acid molecules ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഗ്ലൈക്കോളിസിനെ തുടർന്നും 2 ക്രബ് സൈക്കിൾസ് നടക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ആ സീരീസ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് കൺവെർട്ടഡ് ടു ഗ്ലൂക്കോസ് 6-phosphate വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് ഈസ് കൺവെർട്ടഡ് ടു ഇറ്റ്സ് ഐസോമറിക് ഫോം ഫ്രക്ടോസ് 6-phosphate. ഫ്രക്ടോസിലേക്ക് വീണ്ടും ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ അത് ഫ്രക്ടോസ് 1,6-diphosphate ആയിട്ട് കൺവെർട്ട് ചെയ്തു. ഫ്രക്ടോസ് 1,6-diphosphate എന്ന 6 കാർബൺ കോമ്പൗണ്ട് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും 3-phosphoglyceraldehyde. ഇത് റിവേഴ്സിബിൾ ആണ്. ആൾഡുലൈസ് എന്നൊരു എൻസൈമാണ് ഇതിനെ സഹായിക്കുക. ഈ 3-phosphoglyceraldehydeലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 1,3-diphosphoglyceraldehyde ആയിട്ട് മാറി. ഇവിടെ NAD+ NADH ആയിട്ട് കൺവെർട്ട് ചെയ്തു. NADH+ അല്ല NADH ആയിട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് 1,3-diphosphoglyceric acid ആയിട്ട് മാറി. വിത്ത് ദ റിലീസ് ഓഫ് ATP, ATP എടുത്ത എനർജി മോളിക്യൂളാണ്. ATP റിലീസ് ചെയ്തുകൊണ്ട് 3-phosphoglyceric acid ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. 3-phosphoglyceric acid 2-phosphoglyceric acid ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ 2-phosphoglyceric acid enolase എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 2-phosphoenol pyruvic acid ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അതിൻ്റെ ലാസ്റ്റ് ATP വീണ്ടും റിലീസ് ചെയ്തുകൊണ്ട് അത് pyruvic acid എന്ന 3 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫ്രം ഈച്ച് ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 pyruvic acid molecules ആർ ഫോംഡ്. അപ്പോൾ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിലും ഗ്ലൈക്കോൾസിൻ്റെ ഫലമായിട്ട് 2 pyruvic acid molecules ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഗ്ലൈക്കോൾസിനെ തുടർന്നും 2 ക്രബ് സൈക്കിൾസ് ആണ് നടക്കുക. അപ്പോൾ ഗ്ലൈക്കോൾസിസ് കഴിഞ്ഞാൽ അടുത്ത് നടക്കേണ്ട സ്റ്റെപ്പ് ക്രബ് സൈക്കിളാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇനി മറ്റൊരു സ്റ്റെപ്പ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, നമുക്കിപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡാണ്. പൈറുവിക് ആസിഡ് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. അടുത്ത് നടക്കേണ്ടത് ക്രബ് സൈക്കിളാണ്. പക്ഷേ ഈ ഗ്ലൈക്കോളിസിനും ക്രബ് സൈക്കിളിനും ഇടയ്ക്ക് മറ്റൊരു സ്റ്റെപ്പ് കൂടെ നടക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. ഇവിടെയും ഒരു കൺവെർഷൻ നടക്കുന്നു. NAD+ NADH ആയിട്ട് കൺവെർട്ടും ചെയ്യുന്നു. നോക്കുക, pyruvic acid is a 3 carbon compound. From this 3 carbon compound 1 carbon dioxide is removed. Removal of carbon dioxide decarboxylation. As a result അവിടെ ഒരു 2 carbon compound ഫോം ചെയ്യുന്നു. It is called acetyl coenzyme A. acetyl coenzyme A എന്ന് പറയുന്നത് ഒരു 2 carbon compound ആണ്. ഒരു സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് acetyl coenzyme A എന്ന് പറയുന്നത്. അപ്പോൾ പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്തായിട്ട് മാറുന്നു? അത് കോയിൻസൈമായിട്ട് കൺവെർട്ട് ചെയ്തു ഒരു സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടായിട്ട് മാറുന്നു. പേര് അസറ്റൈൽ കോയിൻസൈം എ. അസറ്റൈൽ കോയിൻസൈം എ ഈസ് എ 2 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ ഗ്ലൈക്കോൾസിനും ക്രബ് സൈക്കിളിനും ഇടയിൽ നടക്കാറുണ്ട്. ഈ പ്രോസസ്സിൻ്റെ ശരിയായിട്ടുള്ള പേര് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്നാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ അടുത്ത് നടക്കേണ്ട മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രബ് സൈക്കിൾ തന്നെയാണ്. പക്ഷേ ഗ്ലൈക്കോളിസിനും ക്രബ് സൈക്കിളിനും ഇടയിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡായിട്ട് മാറി. ഫ്രം ദിസ് 3 കാർബൺ 1 കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. അങ്ങനെ അത് 2 കാർബൺ കോമ്പൗണ്ട് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. പേര് അസറ്റൈൽ കോയിൻസൈം എ.
അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഇത് നടക്കുന്നത് ഗ്ലൈക്കോളിസിസിനും ക്രബ്സ് സൈക്കിളിനും ഇടയിലാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിനെയും ക്രബ്സ് സൈക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട്, ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റെപ്പിൻ്റെ മറ്റൊരു പേര് ലിങ്ക് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ലിങ്ക് റിയാക്ഷൻ ഓർ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് ഗ്ലൈക്കോളിസിസിനും ക്രബ്സ് സൈക്കിളിനും ഇടയിലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം എ ആണ്. ഇതാണ് അടുത്ത സ്റ്റെപ്പ് മീൻസ് ക്രബ്സ് സൈക്കിളിലെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം എ ആണ്. അപ്പോൾ ഇത് ആണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു പൈറുവിക് ആസിഡ്. ഇനി ഓർക്കേണ്ടത് ലിങ്ക് റിയാക്ഷൻസ് 2 നടക്കും. കാരണം ഓരോ ഗ്ലൈക്കോളിസിൻ്റെ ഫലമായിട്ട് ഓരോ ഗ്ലൂക്കോസിൽ നിന്നും 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഫോം ചെയ്തു. 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസിനും ഇതേ സ്റ്റെപ്പ് തന്നെ നടക്കുന്നത്. അപ്പോൾ പൈറുവിക് ആസിഡിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് അസറ്റൈൽ കോയിൻസൈമായിട്ട് മാറുന്നു. അങ്ങനെ ഓരോ ഗ്ലൈക്കോൾസിനെ തുടർന്നും 2 ലിങ്ക് റിയാക്ഷൻസ് നടക്കുന്നു. അതിനെ തുടർന്ന് 2 ക്രബ്സ് സൈക്കിൾസും നടക്കാറുണ്ട്. അപ്പോൾ ഓരോ ഗ്ലൈക്കോൾസിനെ തുടർന്ന് ഓർത്ത് വയ്ക്കുക, 2 ലിങ്ക് റിയാക്ഷൻസും 2 ക്രബ്സ് സൈക്കിൾസും നടക്കും. ക്രബ്സ് സൈക്കിളിലെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം ആണ്. അസറ്റൈൽ കോയിൻസൈം എ ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പിനാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുക. ഓർ മറ്റൊരു പേര് ലിങ്ക് റിയാക്ഷൻ. കാരണം ആരെയൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു? ഗ്ലൈക്കോൾസിനെയും ക്രബ്സ് സൈക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു പേരാണ് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എയറോബിക് റെസ്പിറേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, മെയിൻ സ്റ്റെപ്പിൽ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്സ് പറഞ്ഞു, ഗ്ലൈക്കോളിസിസ്, അത് കഴിഞ്ഞാൽ ലിങ്ക് റിയാക്ഷൻ പറയും. അത് കഴിഞ്ഞാൽ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രബ്സ് സൈക്കിളാണ്. ക്രബ്സ് സൈക്കിൾ ഗ്ലൈക്കോൾസ് എന്ന് പറയുമ്പോൾ എയറോബിക്കിൻ്റെയും അനറോബിക്കിൻ്റെയും കോമൺ സ്റ്റെപ്പാണ്. കാരണം ഓക്സിജൻ ഈസ് ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല. അപ്പോൾ നെക്സ്റ്റ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്ന എയറോബിക്കിൻ്റെ മാത്രം സെക്കൻഡ് സ്റ്റെപ്പാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രബ്സ് സൈക്കിൾ ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ക്രബ്സ് സൈക്കിൾ ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. It takes place in the mitochondria. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ takes place in the mitochondria. ഇതിലെ വേരിയസ് സ്റ്റെപ്സ് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ഹാൻസ് അഡോൾഫ് ക്രബ് എന്നാണ്. ഹാൻസ് ക്രബ്, അങ്ങനെയാണ് ഇത് പേര്. ഹാൻസ് നെയിം ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ എന്ന് പറയാൻ കാരണം ഇതിലുള്ള വേരിയസ് റിയാക്ഷൻസ്, ആ പ്രോസസ്സ് എല്ലാം ഡിസ്കവർ ചെയ്തത് ആരാണ്? ക്രബാണ്, ഹാൻസ് ക്രബാണ്. സോ എന്ത് പേര് പറയാം? ക്രബ്സ് സൈക്കിൾ എന്ന് പറയാം. ഈ ക്രബ്സ് സൈക്കിളിൽ മറ്റൊരു പേര് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നാണ്. കാരണം ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട് ഈസ് സിട്രിക് ആസിഡ്. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ക്രബ്സ് സൈക്കിൾ ഈസ് ആൾസോ കാൾഡ് സിട്രിക് ആസിഡ് സൈക്കിൾ ബിക്കോസ് സിട്രിക് ആസിഡ് ഈസ് ദി ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട്. ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡാണ്. 3 കാർബോക്സിൽ ഗ്രൂപ്പുകളാണ്. ട്രൈ കാർബോക്സിലിക് ആസിഡാണ് ഏത്? സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ക്രബ്സ് സൈക്കിളിൻ്റെ മറ്റൊരു പേര് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ ഷോർട്ടായിട്ട് എന്ത് പറയാം? TCA സൈക്കിൾ എന്നും പറയാം. അപ്പോൾ സിട്രിക് ആസിഡ് ഈസ് എ ട്രൈ കാർബോക്സിലിക് ആസിഡ്. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ. പിന്നെ ഈ റിയാക്ഷനിൽ സിട്രിക് ആസിഡ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആസിഡാണ്. വേറെയും ഓർഗാനിക് ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. മാലിക് ആസിഡ്, ഫിമാറിക് ആസിഡ് തുടങ്ങിയ ഓർഗാനിക് ആസിഡുകളൊക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് ക്രബ്സ് സൈക്കിൾ ഈസ് also known as organic acid cycle. അപ്പോൾ various organic acids are formed during Krebs cycle, so it is also called organic acid cycle എന്നൂടെ പറയാം. ഇനി ഈ ക്രബ്സ് സൈക്കിളിൽ നടക്കുന്ന മെയിൻ റിയാക്ഷൻസ് ആണ് പറയുന്നത് 4 ഡീഹൈഡ്രോജനേഷൻസും 2 ഡീകാർബോക്സിലേഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ക്രബ്സ് സൈക്കിൾ ഇൻവോൾവ്സ് 2 ഡീകാർബോക്സിലേഷൻസ്. വാട്ട് ഇസ് ഡീകാർബോക്സിലേഷൻ? റിമൂവൽ ഓഫ് കാർബൺ ആണ് ഡീകാർബോക്സിലേഷൻ. പിന്നെ 4 ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൈക്കോളിസിസിൽ NADH ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതല്ല ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് ആണ്. അതുപോലെ 4 തവണ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, 2 തവണ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ക്രബ്സ് സൈക്കിൾ? ക്രബ്സ് സൈക്കിൾ ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഗ്ലൈക്കോൾസ് ആണെങ്കിൽ എയറോബിക്കിൻ്റെയും അനറോബിക്കിൻ്റെയും സ്റ്റെപ്പാണ്. ക്രബ്സ് സൈക്കിൾ ടേക്സ് പ്ലേസ് ഇൻ ദി മൈറ്റോകോൺട്രിയ. നമുക്കറിയാം ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് പൈറുവിക് ആസിഡ് ആയിരുന്നു. ഫ്രം 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഫോം ചെയ്തു. ആ പൈറുവിക് ആസിഡ് പിന്നീട് എന്തായിട്ട് മാറി? അസറ്റൈൽ കോയിൻസൈമായിട്ട് മാറി ലിങ്ക് റിയാക്ഷനിലൂടെ. അത് മൈറ്റോകോൺട്രിയയിലേക്ക് കടന്നിട്ടാണ് ക്രബ്സ് സൈക്കിൾ നടക്കുക. അപ്പോൾ ക്രബ്സ് സൈക്കിളിലെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം എ ആണ്. ഡിസ്കവേർഡ് ബൈ ഹാൻസ് ക്രബ്. സോ എന്താ പറയാം? ക്രബ്സ് സൈക്കിൾ എന്ന് പറയാം. ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട് ഈസ് സിട്രിക് ആസിഡ്. സോ ദ നെയിം സിട്രിക് ആസിഡ് സൈക്കിൾ. ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. സോ മറ്റൊരു പേര് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ. പിന്നെ വേറെയും ഓർഗാനിക് ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. സോ ക്രബ്സ് സൈക്കിൾ ഈസ് ആൾസോ നോൺ ആസ് ഓർഗാനിക് ആസിഡ് സൈക്കിൾ. പിന്നെ ക്രബ്സ് സൈക്കിൾ ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? 2 ഡീകാർബോക്സിലേഷൻസ് ആൻഡ് 4 ഡീഹൈഡ്രോജനേഷൻസ്. 2 ഡീകാർബോക്സിലേഷൻസ് ആൻഡ് 4 ഡീഹൈഡ്രോജനേഷൻസ് ആണ് നടക്കുക.
അതിലൂടെയാണ് എന്ത് ചെയ്യുക, ഫുഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആകുക. അപ്പോൾ ഇതാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്.